നമസ്കാരം. കേന്ദ്ര ബജറ്റിലെ റെയിൽവേയുടെ വരവ് ചെലവ് ഭാഗം ഒന്ന് വിടർത്തി നോക്കണം. മലയാളി എന്ന നിലയിൽ മാത്രമല്ല, ദക്ഷിണ റെയിൽവേയുടെ കീഴിലുള്ള നാട് എന്ന നിലയിലും അത്യന്തം സങ്കടപ്പെട്ടു പോകും. കേരളത്തിന് എന്തുണ്ട്? പുതിയ പാതകൾ ഇല്ല, പുതിയ ട്രെയിൻ ഇല്ല, പുതിയ സ്റ്റേഷൻ ഇല്ല. ഇങ്ങനെ ഇല്ല എന്ന ആവർത്തിച്ചുള്ള ഉത്തരം കേരളത്തിന് മാത്രമാണോ? ഇതുവരെ കേരളത്തിനുള്ളതെല്ലാം ദക്ഷിണ റെയിൽവേയുടെ അക്കൗണ്ടിൽ നിന്ന് തമിഴ്നാട് കൊണ്ടുപോകുന്നു എന്നായിരുന്നു പരാതി. ഇത്തവണ തമിഴ്നാടിൻ്റെ കാര്യവും കഷ്ടത്തിലാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. കൽക്കരി യുഗത്തിലോ കേരള റെയിൽവേ? ഇത്തവണത്തെ റെയിൽവേ ബജറ്റ് തുകയുടെ കാര്യത്തിൽ ചരിത്രമാണ്. എക്കാലത്തെയും ഉയർന്ന വിഹിതമാണ് നീക്കിവച്ചിരിക്കുന്നത്. 2,52,200 കോടി രൂപ. അതിൽ കേരളത്തിന് 3,011 കോടി രൂപ. ആകെ വിഹിതത്തിന്റെ 1.1% മാത്രം. ജനസംഖ്യ ആനുപാതികമായിട്ട് നോക്കിയാൽ പോലും ഈ തുകയുടെ ഇരട്ടിയിലേറെയായ 2.4% ലഭിക്കണം. കഴിഞ്ഞ തവണത്തേക്കാൾ 6 മടങ്ങ് അനുവദിച്ചു എന്ന വാദമോ? ദൈനംദിന ചിലവുകൾക്ക് നീക്കിവെച്ച തുകയുടെ ഒരു വീതം മാത്രമാണ് അത് എന്നതാണ് വസ്തുത. കഴിഞ്ഞ തവണ 2,033 കോടി രൂപ അനുവദിച്ചിരുന്നത് ഇത്തവണ 3,011 കോടി ആയതിനെ എങ്ങനെയാണ് 6 മടങ്ങ് ആക്കുന്നത്? കണക്കറിയാത്തവർ കാൽക്കുലേറ്റർ ഉപയോഗിച്ചാൽ നന്നായി. ഈ വർഷം തമിഴ്നാടിന് അനുവദിച്ചത് 6,362 കോടി രൂപ മാത്രവുമാണ്. ഇത് എന്തുകൊണ്ട് ഒന്നിനും തികയില്ല എന്ന് പരിശോധിക്കാം. കേന്ദ്ര ഗ്രാന്റുകൾ പോലെ ജനസംഖ്യയുടെ ആനുപാതികമായിട്ടല്ല റെയിൽവേ വിഹിതം അനുവദിക്കുന്നത്. റെയിൽവേ ട്രാക്കിന്റെ നീളം നോക്കിയാണ് ആവശ്യങ്ങൾ നിശ്ചയിക്കുന്നത്. കേരളത്തിൽ ആകെ 2,042 കിലോമീറ്റർ ട്രാക്ക് ഉണ്ട്. അതിൽ 1,680 കിലോമീറ്ററും റണ്ണിംഗ് ട്രാക്കാണ്. എന്ന് പറഞ്ഞാൽ ട്രെയിനുകൾ ഓടുന്നവയാണ്. ശേഷിക്കുന്നത് ഷണ്ടിംഗ് ലൈനുകളാണ്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുടെ വിഹിതവും കേരളവും എവിടെ നിൽക്കുന്നു എന്ന സ്വാഭാവിക ചോദ്യം ഉയരും. വിഹിതം അനുവദിച്ചതിൽ ചുവട്ടിൽ നിന്നാണ് കേരളത്തിന് 3ാം സ്ഥാനം. കുറഞ്ഞ വിഹിതത്തിൽ കേരളത്തിന് പിന്നിലുള്ളത് ഹിമാചലും ഡൽഹിയും മാത്രം. ഹിമാചലിൽ 301 കിലോമീറ്ററും ഡൽഹിയിൽ 339 കിലോമീറ്ററും മാത്രമാണ് റണ്ണിംഗ് ട്രാക്ക് ഉള്ളത്. കേരളത്തെക്കാൾ റണ്ണിംഗ് ട്രാക്ക് 1000 കിലോമീറ്റർ വരെ കുറവുള്ള പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹരിയാന, ജമ്മു കശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലെല്ലാം കേരളത്തെക്കാൾ ഉയർന്ന വിഹിതം. എന്തുകൊണ്ട് കേരളവും തമിഴ്നാടും കൂടുതൽ അർഹിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം വരുമാനമാണ്. കേരളവും തമിഴ്നാടും പിന്നെ പോണ്ടിച്ചേരിയും ആന്ധ്രയുടെ വളരെ കുറച്ച് ഭാഗവും ചേരുന്നതാണ് സതേൺ റെയിൽവേ. 90% കേരളവും തമിഴ്നാടും മാത്രം ഉൾപ്പെടുന്ന മേഖലയാണ് എന്ന് പറയാം. ഈ ദക്ഷിണ റെയിൽവേയാണ് കഴിഞ്ഞ വർഷം വരുമാനത്തിൽ രാജ്യത്ത് ഒന്നാമത്. 6,345 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം മേഖല നേടിയത്. 64.5 കോടി യാത്രക്കാരുമായി എണ്ണത്തിലും രാജ്യത്ത് ഒന്നാമതാണ്. ചരക്ക് നീക്കത്തിലും ഒന്നാമത് ദക്ഷിണ റെയിൽവേ തന്നെ. 3,637 കോടിയാണ് ചരക്കിൽ നിന്ന് നേടിയ വരുമാനം. യാത്രക്കാരുടെ എണ്ണത്തിൽ 88%വും ചരക്കു നീക്കത്തിൽ 60%വുമാണ് വർധന. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഈ 2 സംസ്ഥാനങ്ങൾ കൂടുതൽ അർഹിക്കുന്നു എന്ന് പറയുക? വലിയ സംസ്ഥാനങ്ങളാണ് എന്ന പരിഗണനയുണ്ട് എന്നത് ശരി. പക്ഷേ ആ കണക്കുകൾ നോക്കാതെ വയ്യ. ഉത്തർപ്രദേശിന് അനുവദിച്ചത് 19,848 കോടി, മഹാരാഷ്ട്രയ്ക്ക് 15,940, മധ്യപ്രദേശിന് 14,738 കോടി രൂപ. കേരളത്തിനും തമിഴ്നാടിനും കൂടി കിട്ടിയതിൻ്റെ 1.5 മടങ്ങ് വരെയാണ് ഇതുപോലെ ഓരോ സംസ്ഥാനത്തിനും ഒറ്റയ്ക്ക് കിട്ടിയിരിക്കുന്നത്. രാജസ്ഥാന് പോലും ഒറ്റയ്ക്ക് കിട്ടി. കേരളത്തിനും തമിഴ്നാടിനും ലഭിച്ചതിലേറെ തുക. കഴിഞ്ഞ 30 വർഷമായി കേരളത്തിൽ 1 കിലോമീറ്റർ പോലും പുതിയ പാത നിർമ്മിച്ചിട്ടില്ല. പാത ഇരട്ടിപ്പിക്കലല്ലാതെ മറ്റൊരു ജോലിയും നടക്കുന്നുമില്ല. 1994 നിർമ്മാണം പൂർത്തിയാക്കിയ ഗുരുവായൂർ തൃശൂർ പാതയാണ് അവസാനം ലഭിച്ചത്. 7 കിലോമീറ്റർ നീളത്തിൽ അങ്കമാലി കാലടി പാത നിർമ്മിച്ചെങ്കിലും കമ്മീഷൻ ചെയ്തിട്ടുമില്ല.
വല്ലാർപാടം പദ്ധതിയുടെ ഭാഗമായി വന്ന ട്രാക്ക് മാത്രമാണ് അല്പമെങ്കിലും ഭേദപ്പെട്ട നിർമ്മാണം. കൊച്ചുവേളിയുടെ 4ാം ഘട്ടം പൂർത്തിയാക്കാൻ 40 കോടി രൂപയ്ക്ക് അനുമതി ചോദിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി? ഇതുവരെ അത് ബജറ്റിൽ ഇടം പിടിക്കുന്നില്ല. വലിയ ഹബ്ബ് ആകുമെന്ന് പറഞ്ഞിരുന്ന കൊച്ചുവേളിക്ക് ഇപ്പോൾ ഷണ്ടിംഗ് യാർഡ് എന്ന പെരുമ പോലുമില്ല. അതിപ്പോൾ ഡംപിംഗ് യാർഡ് പോലെ അവഗണിക്കപ്പെട്ട് കിടക്കുന്നു. 3 വലിയ ഇടനാഴികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബജറ്റിൽ. ഒന്ന് ഊർജ ഇടനാഴി, രണ്ടാമത്തേത് തുറമുഖ ഇടനാഴി, മൂന്നാമത്തേത് ഹൈ ഡെൻസിറ്റി ഇടനാഴി. അതിൽ ഏതെങ്കിലും ദക്ഷിണ റെയിൽവേയുടെ കീഴിൽ കടന്നു പോകുമോ എന്നതിൽ ഇനിയും വ്യക്തതയില്ല. ഈ ബജറ്റിൽ കേരളത്തിന് നീക്കിവച്ചതിൽ 1085 കോടി രൂപയും പാത ഇരട്ടിപ്പിക്കലിനുള്ളതാണ്. എത്രയോ പതിറ്റാണ്ടായി ഇഴയുന്ന ആ പണിക്ക് പതിവ് നീക്കിവെക്കൽ മാത്രമാണ് അത്. ശബരി പാതയ്ക്ക് ടോക്കൺ തുക പോലെ 200 കോടി ഇപ്പോഴും കിടപ്പുണ്ട്. അത് എല്ലാ വർഷവും എന്തിനനുവദിക്കുന്നതാണ് എന്നതിലെങ്കിലും വ്യക്തത ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം. നാളെ മറ്റൊരു വിഷയവുമായി.